ഹലോ കൂട്ടുകാരെ, നാളത്തെ ഇവർ വിവാഹിതരായാലിൻ്റെ എപ്പിസോഡിൽ അഞ്ജന ദേഷ്യം പിടിച്ചിട്ട് അജയിൻ്റെ കാമുകിയുടെ പഴയ ഫോട്ടോസും എല്ലാം എടുത്ത് കളയാൻ വേണ്ടി അവൻ്റെ റൂമിലോട്ടൊരു വേസ്റ്റ് ബാസ്ക്കറ്റുമായിട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ അജയ് അങ്ങോട്ട് കയറി വരുന്നത്. അജയ് കയറി വരുമ്പോൾ ഈ ഫോട്ടോസ് കാണുന്നില്ല. അപ്പോൾ അജയ് ചോദിക്കും, നീ ആ ഫോട്ടോ എവിടെ ചെയ്തു എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് അർഹതപ്പെട്ട സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കണ്ടതോടുകൂടി അജയിന് ആകെ സങ്കടം വരും. അജയ് അവളെ വഴക്ക് പറഞ്ഞ് അവളെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തും സൗഭാഗ്യമ്മയും സംഗീതയും അതുപോലെ ഭവാനിയും ഒക്കെ അത് കാണുന്നുണ്ട് അടിക്കുന്നത്. എന്നിട്ട് അജയ് ആ ഫോട്ടോ എടുത്തിട്ട് മീൻസ് തുടച്ച് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭവാനിക്ക് വളരെയേറെ ദേഷ്യവും വിഷമവും വരും. കാരണം എത്രയായാലും ഇവർ വിവാഹം ഉറപ്പിച്ചവരാണ്. എന്നിട്ട് ഒരിക്കലും തിരിച്ചു വരാത്തൊരു പെണ്ണിൻ്റെ പേരിൽ സ്വന്തം മകളെ അടിക്കുന്നത് കാണുമ്പോൾ ഭവാനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഭവാനി വേഗം വന്നിട്ട് അഞ്ജനയെ അടിച്ചിട്ട് പറയും, ഈ വീട്ടിൽ നിനക്ക് ഒരു അർഹതയും ഒരു സ്ഥാനവും ഇല്ല, അത് നീ മറക്കരുത് എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് റൂമിൻ്റെ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അതൊരു വളരെ വലിയൊരു ഷോക്കിംഗ് ആയി. കാരണം ഓൾറെഡി സംഗീതയ്ക്ക് ഒരു സംശയം വന്നിട്ടുണ്ട്, അജയന് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അജയൻ നിർബന്ധിക്കുകയാണോ എന്നുള്ളൊരു സംശയം സംഗീതയ്ക്ക് ഉള്ളിലുണ്ട്. സംഗീത അത് മാധവനോട് പറയുമ്പോൾ മാധവൻ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും നിലനിർത്താൻ ഈ വിവാഹം തീർച്ചയായും നടക്കണം, ഞാൻ അമ്മയെ എന്തായാലും സപ്പോർട്ട് ചെയ്യും എന്നാണ് മാധവൻ സംഗീതയോട് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഭവാനിയുടെ വിഷമം കണ്ടപ്പോൾ സൗഭാഗ്യമ്മ പറയും, ഞാൻ എന്തായാലും ഈ വിവാഹം നടത്തും, തീർച്ചയായിട്ടും ഈ വിവാഹം നടത്തിയിരിക്കും, അത് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഭവാനി വിഷമിക്കേണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഭൂമി ഒരു പുതിയ ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൽ ആ 2 കഥ എഴുതുന്ന ആൾക്കാർ നാളെ കമാലിനായിട്ട് ഒരു സന്ധി ചർച്ച ഉണ്ട്. അപ്പോൾ ഭവാനിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കമാൽ. മാഡം വരണം, പക്ഷേ മാഡത്തിൻ്റെ മുഖമൊന്നും അവർ കാണില്ല എന്ന് പറയണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു. ആ മീഡിയേറ്ററും ഒക്കെ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഭവാനി പറയുന്നുണ്ട് ഈ കമാലിൻ്റെ അടുത്ത്, ഇനി അവന്മാർ സമ്മതിച്ചില്ലെങ്കിൽ അവന്മാരെ വകവരുത്തിയേക്ക്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്.